ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ഓണത്തിന് കേരളത്തിലെത്തിയ മാവേലി ദുബായിലെത്തിയത് ഇന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വലിയ സ്വീകരണം ഞങ്ങൾ ദേരയിലുള്ള മാർക്കോ പോളോയിൽ അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാവരും തന്നെ ഓണാഘോഷത്തിൻ്റെ ഒരു വലിയൊരു സന്തോഷ മൂഡിലായിരുന്നു കേട്ടോ. മനോഹരമായ പൂക്കളം അവിടെ ഒരുക്കി വെച്ചിരുന്നു. സമ്മർ വെക്കേഷൻ എല്ലാവരും നാട്ടിൽ പോയി തിരിച്ചെത്തി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന തിരക്കുമായിരുന്നു ഇടയിൽ. വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് കാര്യപരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. UAE പല ഭാഗത്തു നിന്നും ഷാർജ, അജ്മാൻ, അബുദാബി, അലൈൻ അവിടെ നിന്നൊക്കെ ഫാമിലിയായിട്ട് ആളുകൾ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. തിരുവാതിര കളിയില്ലെങ്കിൽ പിന്നെ എന്ത് ഓണം? ഇവിടെ മനോഹരമായ ഒരു ഫ്യൂഷൻ തിരുവാതിര നമുക്ക് ആസ്വദിക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഡാൻസ് കളിക്കുന്നവരൊക്കെ ആസ്വദിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി നമുക്കതിൽ കാണാനുമുണ്ട്. ഈ ഡാൻസ് കളിക്കുന്നവരുടെ എനർജി ലെവൽ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. വൈബ്രൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അച്ഛനും മോനുമുള്ള കോംബോ സോങ് അടിപൊളിയായിട്ടില്ലേ? അപ്കമിങ് ഡാൻസറാണ്. നല്ല മനോഹരമായിട്ടാണ് ആൾ കളിക്കാറുള്ളത്. നിങ്ങളെല്ലാവരും ഉള്ള വേദിയിൽ ഇതിവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നു. ഈ പാട്ട് വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു സംഗീത സൃഷ്ടിയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി, 1.5 വർഷത്തോളമായി ഞാനും ഗോകുലേട്ടിയും മാത്രം ഇതിനോടകം ഒരു 30 പാട്ടുകൾ സംഗീത സംവിധാനം രചന നിർവഹിച്ചിരുന്നു. വിജയപ്രകാശിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലെങ്കിലും
ഈ പാട്ടുകളൊന്നും ജന്മമെടുക്കില്ലായിരുന്നു. കൃത്യമായിട്ട് കുറച്ച് മ്യൂസിക്, കുറച്ച് ഗാനങ്ങൾ ഇതുപോലെ സംസാരിക്കണമെങ്കിൽ ഞാൻ ഒരാഴ്ച ഇരുന്ന് ബൈഹാർട്ട് പഠിക്കണം, എന്നാലും കിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്കാണ്. 12-15 പേരെഴുതരും, പലതും എനിക്ക് മനസ്സിലാവില്ല. സതീഷ് എന്താ എൻ്റെ അർത്ഥം? കാരണം നമുക്ക് ആ മൂഡ് മനസ്സിലാക്കിയാലേ ഇത് ചെയ്യണം. സതീഷ് 75 പാട്ടുകളുടെ സംഗീത സംവിധാനം ചെയ്ത ആളാണ് എൻ്റെ ഗോകുൽ. നല്ല കഴിവുള്ള പാട്ടുകാരും പാട്ട് എഴുതുന്നവരും ഡാൻസുകാരും ഒക്കെ ഉള്ളൊരു നാടാണ് പാലക്കാട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന ഇന്നത്തെ പ്രോഗ്രാം. ഓണാഘോഷ പരിപാടി ആയതുകൊണ്ട് ഓണസദ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ പരിപാടികളായിരുന്നു അവിടെ. പാട്ടായാലും ഡാൻസായാലും സ്കിറ്റായാലും എല്ലാം മനോഹരമായിരുന്നു. ഇടയ്ക്കൊക്കെ ഓരോരോ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കുമുള്ള ഗെയിംസുകൾ നിറയെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടി ഇത്ര മനോഹരമായി ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. തകർത്ത് കളിച്ച യങ്സ്റ്റേഴ്സിൻ്റെ ഡാൻസാണ് കേട്ടോ അത്.
ഗെയിംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, കുട്ടികളൊക്കെ ഓടിച്ചാടി വന്ന് എല്ലാറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി അടുത്തത് ഒരു സ്കിറ്റാണ്, പരിണാമഗുപ്തി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. So the me resides in this as me, is residing in all of that as me, so that me through this me talking to me. എന്റെ നടത്തം കണ്ടിട്ട് നമുക്ക് പിടിച്ചില്ലേ? എന്തായാലും എന്നെ കാണാൻ പോകുന്നത് ഞാൻ വന്നില്ലേ ഒക്കെ നമ്മൾ ശരിയാവും. പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണ്. സാധാരണ സത്യത്തെ നമ്മളാണ് തരുന്നത്, മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ് തരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന തരമുള്ളൂ. കാരണം ഈ കേസിൽ പരാതിക്കാരൻ ഈശ്വരൻ. എനിക്ക് ഡോക്ടറായിട്ട് നാട്ടിൽ കാണാം. രാവിലെ റെസ്റ്റിംഗ് വയ്ക്കുന്നത് സർ. പ്രസാദൊക്കെ കാണത്തില്ലേ? ഇത് നിശ്ചയമാ ദൈവകൃതമാക്കും. ഒന്ന് പേശാക്കിയിരിക്കുകയാണെങ്കിൽ ശാപം ഉള്ളൊരു മണ്ണാകട്ടിയില്ലെങ്കിൽ ഒന്നിയുടെ പൂജാരി മാമ എങ്കിയാ വെച്ചിട്ട് അല്ലട്ട ആരാത് തിരികെ അത് കണ്ടുപിടിக்கிறதுக்கே ഇങ്ങ സിബിഐയും പോലീസും എല്ലാരും ഇരിക്കാം. നീ പോണമെന്നേ ഇല്ലേ? വീണ്ടും എത്തിയല്ലോ. അയാളൊരു ബാധയല്ല ചാപ്പം. ഇതൊക്കെയാണ് മുമ്പിലും പിമ്പിലും കണ്ടുമുട്ടുന്നത്. ഒരു ആക്സിഡന്റ്. I strongly feel that it's more തപ്പിയ ഒരാളെ കിട്ടും ഉറപ്പാണ്. ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും. But for each of the problems there will be more than one reason. Understand this paradoxical statement. ഇതെല്ലാം ഇവന്റെ വഴിയായിരുന്നു. പാട്ടിലും ഡാൻസിലും മാത്രമല്ല അഭിനയിക്കാനും കൂടി കഴിവുണ്ട് എന്ന് ഈ ടീം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഈ സ്കിറ്റിലൂടെ. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഡിറ്റിംഗ് അതൊക്കെ ചെയ്തവരെ കൂടി നമ്മൾ ഇപ്പോൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പരിപാടിക്ക് ഒരു ക്ലൈമാക്സിനായ ഒരു സിംഗർ ഇവിടെ എത്തിയിട്ടുണ്ട്.
ഈ ഓണപരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഇനി മാവേലിയുടെ അടുത്ത വരവിനായി നമുക്ക് കാത്തിരിക്കാം.